ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയോൻ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ 5-ാം അധ്യായം 21 മുതൽ 26 വരെയാണ്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതായ ഒരു വായനാഭാഗം കൂടിയുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ 11-ാം അധ്യായം 28 തൊട്ട് 26 വരെ. രണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമയെക്കുറിച്ചാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും മറ്റുള്ളവർ നമ്മളോടുകൂടി എങ്ങനെ ആയിരിക്കണമെന്നുള്ളതായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വായിച്ച വായനാഭാഗത്ത് പ്രകാരം പറയുന്നു, നിന്റെ നേരെ വല്ല വിരോധവും നിന്റെ സഹോദരന് ഉള്ളതായി ഓർത്താൽ വഴിപാട് അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ആദ്യമായി സഹോദരനോട് രമ്യമാവുക, എന്നിട്ട് ബലിയർപ്പിക്കുവാനാണ് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞതായ വായനാഭാഗം വിശുദ്ധ മർക്കോസ് എവങ്കലിസ്തായുടെയാണ്. അവിടെ കാണുന്നത് ഇപ്രകാരമാണ്. അവിടെ പറയുന്നു, നിങ്ങൾക്ക് സാധിക്കും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ഒരുവനോട് എന്തെങ്കിലും വിരോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിപ്പി. രണ്ടും ക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്തിടെ കേട്ട ചില കാര്യങ്ങളും, ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സേനയുടെ അക്രമങ്ങൾ നടന്നിരുന്ന കാലത്ത് ഒരു വീഡിയോ കാണുകയുണ്ട്. വീഡിയോ അല്ല, ഒരു ചാനലിനകത്തൊരു ചിത്രം കാണുകയുണ്ടായി. ഒരു കുടുംബത്തെ മൊത്തമായി വധിക്കുകയാണ്. തൻ്റെ മക്കളെ വധിച്ചു, തൻ്റെ അപ്പനെയും അമ്മയും വധിച്ചു തൻ്റെ മുമ്പിൽ. ഭാര്യയെ ഒന്നും ചെയ്യുന്നില്ല. ഭർത്താവിനെ ബൂട്ടിട്ട് ചവിട്ടുകയാണ്. അപ്പോൾ ആ പെങ്കൊച്ച് ഭാര്യ ആ പട്ടാളക്കാരൻ്റെ കാലെ പിടിച്ച് കരയുന്ന ഒരു രംഗം ചിലപ്പോൾ നിങ്ങളെങ്കിലും കണ്ടു കാണും. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു ഇത് വന്നു. അവളെ അടിമയായി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവൾ ഒരു ദിവസം പറഞ്ഞു, എനിക്കൊന്ന് പള്ളിയിൽ പോകണം. അപ്പോൾ പറഞ്ഞ ഒരു മറുപടി, നിന്റെ വേദപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ സഹോദരൻ നിന്നോട് വല്ലതുമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയാൽ മതി എന്നല്ലേ? അങ്ങനെ കശ്മലന്മാർക്ക് പറയാനുള്ളതല്ല വേദവാക്യം. അതായത് പീഡിപ്പിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാക്യമല്ല അത്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള കശ്മലന്മാരുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഇരുന്ന് ചിന്തിക്കണം. അതേ സമയത്ത് രണ്ടാമത്തെ വാക്യത്തിൽ നീ ചെയ്യുന്നവരോട് പൊറുക്കുക എന്നത് അത് എന്നോടും നിങ്ങളോടുമുള്ള വാക്യവുമാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സീനായ് മലയിൽ വെച്ച് പിതാവാം ദൈവം മോശ മുഖാന്തരം കൊടുക്കുന്ന ഒരു അരുളപ്പാടുണ്ട് ജനത്തിന്. നീ നിന്റെ സഹോദരനോട് പിഴച്ചാൽ, തെറ്റ് ചെയ്താൽ, നീ അവനോട് നിരന്നിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. മനസ്സിലായില്ലേ? എൻ്റെ അർത്ഥം നമ്മളോട് ആരും തെറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. തെറ്റ് ചെയ്യുന്നവനോടുള്ള ശാസനയാണ്. നീ നിന്റെ സഹോദരനോട് തെറ്റ് ചെയ്താൽ നീ അവനോട് പോയി നിരന്നിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. കുരിശിൽ കിടന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന പാഠം എന്താ? അവിടെ പറഞ്ഞു, കർത്താവേ, ഈ ചെയ്യുന്നവരോട് നീ ക്ഷമിക്കണം. വീണ്ടും സ്തെഫാനോസ് പറയുന്നുണ്ട്, ഇവരോട് പൊറുക്കണമേ എന്ന്. ഇത് ഞാനും നിങ്ങളും പാലിക്കാനുള്ളതാണ്. നമ്മുടെയൊക്കെ എത്ര കഷ്ടപ്പാടാണെങ്കിലും. മറുവശത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി,
കർത്താവിനെ ക്രൂശിച്ചവർക്ക് അതിനുശേഷം എന്തെങ്കിലും സ്വസ്ഥത കിട്ടിയോ? ഭഗവാൻ ദൈവം ക്ഷമിക്കണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, അത് നീതിമാനായ അപ്പൻ്റെ ഒരു നീതിയുടെ മുഖമാണത്. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള നീതിയുടെ മുഖമാണ്. പക്ഷേ പീഡിപ്പിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വചനം കേട്ട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുക എന്നത് ദൈവം കുരിശിൽ നമുക്ക് കാണിച്ചു തന്നു. ഇതേ കർത്താവ് പ്രാവാം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ജൂബിലി വർഷത്തെക്കുറിച്ച്. 50 വർഷമാകുമ്പോൾ ജൂബിലി വർഷമായിരിക്കണം. നമ്മളിപ്പോൾ ഒത്തിരി ജൂബിലികളൊക്കെ ആഘോഷിക്കാറുണ്ട്. 5 വർഷം, 10 വർഷം, 15 വർഷം, അതൊക്കെ കാശ് മുടക്കാനും അടിച്ചു പൊളിച്ച് ചെലവ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. ഇതങ്ങനെയല്ല, തിരിച്ചുപോക്കാണ്, ക്ഷമിക്കലിൻ്റെ അവസ്ഥയാണ്, കടം വാങ്ങിച്ചിട്ടുള്ള അവനോട് പൊറുക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഒരു നിരപ്പിൻ്റെ അവസ്ഥ, പിൻവാങ്ങലിൻ്റെ അവസ്ഥ ആണ് 50 വർഷം. ഇതും നീതിമാനായതും ഒരു സോഷ്യലിസ്റ്റും ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പ്രാവാം ദൈവം പറഞ്ഞു. ഈ പ്രാവാം ദൈവത്തെക്കുറിച്ച് ഈ അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടു. യഹോവ എന്ന് പറഞ്ഞാൽ ക്രൂരനായ ദൈവമാണ് എന്ന്. അതെങ്ങനെയാവുന്ന ഇത്രയും കാര്യങ്ങൾ തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ? നീതി നടത്തേണ്ടതല്ലേ അവൻ്റെ ചുമതല. മാത്രമല്ല, ഒരാൾ പറയുന്നത് കേട്ടു, ഗോത്രദൈവമാണെന്ന് പറയുന്നത് കേട്ടു. യഹോവ ശരിയായ ദൈവമല്ല എന്ന്. ശരിയായ ദൈവം തന്നെ നീതി നടത്തുന്ന നല്ല അപ്പൻ്റെ തനി സ്വരൂപമാണ്. അതുതന്നെയാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലവരായിട്ടല്ല ഞാൻ അങ്ങോട്ട് നിങ്ങളെ വിടുന്നത്, അവിടെയുള്ളവർ മഹാദുഷ്ടന്മാരും കൊള്ളരുതാത്തവരുമാകിയാൽ അവരെ ഞാൻ നീക്കം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് അനാഖ്യരെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവിടെ മല്ലന്മാരാകുന്നു എന്നും അവരൊക്കെ വല്ല രാക്ഷസന്മാരെ പോലെയായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഭൂമിയെ സ്വതന്ത്രമാക്കേണ്ടത് അവരെ നീക്കം ചെയ്യുക. ഇസ്രായേൽ ജനങ്ങളെ ഒറ്റുനോക്കുവാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മനുഷ്യർ അവരെക്കാൾ പല മടങ്ങ് വലുതാണ്. നമ്മൾ കഷ്ടാനുവാഴ്ച പാടുന്നൊരു പാട്ടുണ്ട്, പെസഹ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് അതോ സൂത്താർക്കെന്ന് ഓർക്കുന്നില്ല. അവിടെ പാടുന്നു, രണ്ടാൾ തണ്ടിന്മേൽ ഒരു മുന്തിരിക്കുല ചുമന്നുകൊണ്ട് വന്നു. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു അവിടുത്തെ വിഭവങ്ങൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാൻ പോയത് അവർ ഭയന്നു പോയി നോക്കിയിട്ട്. ആ നാഖ്യന്മാർ ഭയങ്കരന്മാരായിരുന്നു, അവരുടെ മുമ്പിൽ നിൽക്കാം. പക്ഷേ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, ഞാനാ നിങ്ങളോടുകൂടി ഉണ്ട്. പക്ഷെ അത് കേൾക്കുവാൻ അവർ കഴിഞ്ഞില്ല. എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളതായ ഒന്നാമത്തെ കാര്യം, നാം ഓർക്കുക, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ, അവൻ നമ്മെ നടത്തുന്നു എങ്കിൽ, അവൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്ഷമിക്കുക എന്നത്, പൊറുക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വവും കടമയാണ്. അത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യമാണ്, ദൈവം മനുഷ്യൻ ക്ഷമിച്ചാലും ദൈവം പൊറുക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അത് എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ ധ്യാനത്തിന് ചിന്തയ്ക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിയൊരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പ് ഇവിടെ അസിസ്റ്റന്റ് മാനേജരായിരുന്ന ജോസഫ് റമ്പാച്ചന് വേണ്ടി പ്രത്യേക ധൂപപ്രാർത്ഥന.